പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ കർത്താവ് ശംസിയായുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ആഘോഷിക്കുകയായിരുന്നല്ലോ. സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈശോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും പലപ്പോഴും പാപം ചെയ്ത് നമ്മളെ ഈശോയെ നമ്മളിൽ നിന്ന് അകറ്റാറുമുണ്ട്. അങ്ങനെ ചില നിർബന്ധ ബുദ്ധിയുടെ പേരിൽ ഒരു അകൽച്ച വന്ന ഒരു കുടുംബം, ആ കുടുംബവുമായിട്ട് ഒന്ന് രമ്യതപ്പെടണം, അല്ലെങ്കിൽ സംസാരിച്ച് പഴയ സ്നേഹത്തിലാകണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനൊരു 3-4 പ്രാവശ്യം ദിവ്യകാന ഈശോയോടെ, സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്ന ഈശോയെ ആ കാര്യങ്ങൾ, തെറ്റിദ്ധാരണയുള്ള ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായിട്ട് ഒരവസരം അങ്ങ് ക്രമീകരിക്കണം, അങ്ങ് തന്നെ അതിന് ഇടപെടണം എന്ന് പറഞ്ഞ് ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചു ഈശോയുടെ മുമ്പിലിരുന്ന്. അത് പ്രാർത്ഥന ഈശോ കേട്ടു എന്നുള്ളതാണ് അതിന് ശരിയായ ഉത്തരം. അതിന് പ്രകാരം വളരെ സന്തോഷത്തോടെ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അകന്നുപോയ ആ കുടുംബം എൻ്റെ മുറിയിൽ വന്ന് സംസാരിക്കുന്നതിനും പരസ്പരമുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കുന്നതിനും ഇടയായി. വലിയൊരു സാക്ഷ്യമാണ് ഞാനത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളെ എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈശോ അകന്നു പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. ഈശോ പീഡാസഹനം വഴി സ്വർഗാരോഹണം പ്രാപിച്ചത്, അങ്ങനെ മരണത്തെ കീഴടക്കി നമുക്ക് ഉയർപ്പ് പ്രദാനം ചെയ്യുന്നതിനായിട്ട് മരിച്ച ആ ഈശോയുടെ മഹത്വീകരണം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രയാസങ്ങളിലും, എല്ലാ അകൽച്ചകളിലും, എല്ലാ ദുഃഖങ്ങളിലും ആ ഉത്ഥിതനായ ഈശോയോടെ, സ്വർഗാരോഹണം ചെയ്ത ഈശോയോടെ അനുഗ്രഹം പ്രാപിച്ചാൽ സാധിക്കുമെന്ന് എൻ്റെ ജീവിതാനുഭവം വഴി നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും സ്വർഗാരോപണം ചെയ്ത, തന്നെ മരണത്താൽ നമ്മളെ രക്ഷിച്ച ഈശോയുടെ ആ മാധ്യസ്ഥം, പിതാവിൻ്റെ സന്നിധിയിലുള്ള മാധ്യസ്ഥം സ്വന്തമാക്കുന്നതിന് ഇടയാക്കണം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 9-ാം തിരുവചനം. അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു, ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ഇതൊക്കെ ആരെങ്കിലും ഒരു കെട്ടുകഥയായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. തിരുവചനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ, ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി വിജയശ്രീ ലാളിതനായി ദിവ്യകാരുണ്യ നാഥൻ പിതാവിൻ്റെ വലത്തുഭാഗത്തുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും അവിടുത്തെ കരം പിടിച്ച്, അവിടുന്ന് ആശ്രയിച്ച്, അവിടുത്തെ ഒരു മധ്യസ്ഥം പറഞ്ഞ് മുന്നേറണം. നമുക്കുള്ള ഏക മധ്യസ്ഥൻ ഈശോയാണല്ലോ. പിതാവിൻ്റെ സന്നദ്ധിയിൽ രാപകൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്ന ആ സ്വർഗാരോപണം ചെയ്ത ഈശോയെ നമുക്ക് ആരാധിക്കാം. ആ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം. ആ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യം വഴി കൈനീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്